ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിയുടെ മരണത്തോടുകൂടി തന്നെ യുദ്ധം ഇനി അതീവ രൂക്ഷമാകുമെന്നതിൽ സംശയമില്ല. ഇറാന്റെ പക്കൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതാകട്ടെ ഇസ്രയേലിന് നേർക്ക് പ്രയോഗിച്ചാൽ കൂടുതൽ പ്രഹലമേൽപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നാൽ വലിയ രീതിയിൽ അവിടെ ജനജീവിതത്തിൽ കൂടുതൽ ദുഷ്കരമായ അവസ്ഥകൾ ഉണ്ടാകുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് വിലക്കയറ്റം, അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവും മൂലം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പുകയുകയും ചെയ്യും. ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന പ്രക്ഷോഭമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷമാകട്ടെ പൊട്ടിപ്പുറപ്പെട്ടത്. അവസാനം അതിന് തുടക്കമിട്ടതാകട്ടെ വലിയ ഇസ്ലാമിക ഭരണകൂടത്തെ അധികാരത്തിലെത്തിക്കാൻ അവിടെ പണമിറക്കിയ രീതിയിലേക്കുള്ള ചില വസ്തുതകൾ അവിടെ എടുത്തു പറയേണ്ടതായി വരുന്നു. അതിന് തുടക്കമിട്ടതാകട്ടെ ഇസ്ലാമിക ഭരണകൂടത്തെ അധികാരത്തിലെത്തിക്കാൻ പണമിറക്കിയ ബസാറുകൾ എന്ന ഒരു വംശത്തിൽ ഉള്ള അവരെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഇറാനിലെ പരമ്പരാഗത വ്യാപാരികളാണ് ഈ വംശജരെന്നും വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ 1979 വിപ്ലവത്തിൽ ഷാ ഭരണത്തിന് അന്ത്യമായതിന് തൊട്ടു പിന്നാലെയാണ് പ്രവാസ ജീവിതം വെടിഞ്ഞുകൊണ്ട് ഇറാനിലേക്ക് അവിടെ എങ്ങുമുള്ള അയത്തുള്ളയാകട്ടെ വലിയ രീതിയിലേക്കുള്ള ഒരു പിടിമുറുക്കിയത്, അല്ലെങ്കിൽ അവിടെ ഭരണം പിടിമുറുക്കുന്നതും. അവരാകട്ടെ 48 വർഷത്തിന് ശേഷം ഭരണകൂടത്തിനെതിരെ തിരിയുകയാണ് ഉണ്ടായതും. അതേസമയം ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു പ്രക്ഷോഭമാകട്ടെ അത് ജനുവരിയിലേക്ക് വലിയ രീതിയിൽ എത്തുകയും പ്രക്ഷോഭത്തെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അടിച്ചമർത്താൻ ഉള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തിന് അവിടെ പ്രേരണാത്മകമായി തന്നെ ഇസ്രായേലും US വലിയ രീതിയിൽ ഒരു വഴി തുറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ പറയുന്നതിൽ വാസ്തവം ഉണ്ടാകാമെന്നും ചിലർ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മതഭരണകൂടം അധികാരത്തിലേറിയത് മുതൽ തന്നെ ഇറാനുമായി ശത്രുതയിലാണ് US. അതുപോലെ ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം നഷ്ടമായ ഷാ മുഹമ്മദ് ആകട്ടെ അവിടെ US തന്നെ ഇപ്പോൾ തങ്ങുന്നതായും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രക്ഷോഭത്തിൽ എണ്ണയൊഴിക്കാൻ പ്രസ്താവനകൾ നടത്തുകയായിരുന്നു അദ്ദേഹം. അതായത് അവിടെ ഇരുന്നു കൊണ്ട് US ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഇവിടെ പ്രക്ഷോഭം നടത്താൻ കൂടുതലായി തന്നെ അതിന് തിരി തെളിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേപോലെ ഇറാന്റെ ഭരണാധികാരികൾക്കുള്ള താല്പര്യവും അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പിന്നിൽ US ആണ് എന്ന ആരോപണമാണെങ്കിൽ പോലും, അത് ഉയർന്നെങ്കിൽ പോലും ഭരണാധികാരികൾക്ക് മേൽ പ്രസിഡന്റ് വലിയ രീതിയിൽ ഒരു പിന്തുണ, അതായത് US പ്രസിഡന്റ് ഒരു പിന്തുണ നൽകിയതായി തന്നെ പറയുന്നില്ല. അതേപോലെ പ്രക്ഷോഭത്തിൽ മരിച്ചവർ ആരൊക്കെയെന്ന് ഇപ്പോഴും പൂർണ്ണമായും തന്നെ അവിടെ ഭരണകൂടത്തിന് വെളിപ്പെടുത്താനായിട്ടില്ല എന്നും പരിക്കേറ്റവരെല്ലാവരും തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് എന്നും അവർ വലിയ രീതിയിൽ ചികിത്സ തേടിയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ ഭരണകൂടത്തിന്റെ മർദ്ദന മുറകൾ അത് ഭയന്നുകൊണ്ട് പ്രക്ഷോഭം അവസാനിപ്പിച്ചില്ലെങ്കിൽ പോലും കഴിഞ്ഞയാഴ്ച സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങി വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭകാലത്ത് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴക്കിക്കൊണ്ടായിരുന്നു ട്രംപ് രംഗത്ത് വന്നത്. പ്രക്ഷോഭകരെ ഇറാൻ വധിച്ചാൽ പ്രതികരിക്കാൻ സർവ്വസജ്ജമാണ് എന്ന് അദ്ദേഹം ജനുവരി 2 വലിയൊരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ഫ്ലോറിഡയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനം നടന്നത്. ജനുവരി 13 കൂടി തന്നെ ഇറാൻ പ്രക്ഷോഭം വലിയ രീതിയിൽ അവിടെ മൂർച്ഛിക്കുകയും ചെയ്തു. അതിനിടെ തന്നെ ആയിരങ്ങൾ മരിച്ചതുൾപ്പെടെ ട്രംപ് ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. പ്രക്ഷോഭത്തിന്റെ പേരിൽ അവിടെ അറസ്റ്റിലായവർക്ക് വധശിക്ഷ നൽകില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകി എന്നതായിരുന്നു ഇതിന് പറഞ്ഞ മറ്റൊരു കാരണമായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.